Most often we cannot reveal our mental struggle. Here we are discussing such a topic, Interpreter of Maladies by Jhumpa Lahiri. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരിയാണ്, നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്, അതോടൊപ്പം തന്നെ എസ്സേയിസ്റ്റ് ആണ്. ജുംബ ലാഹിരി എഴുതിയ ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഹിയർ famous American writer Jhumpa Lahiri's debut work Interpreter of Maladies is a collection of 9 short stories that explain the themes of identity, immigrant experience, cultural differences, love and family. ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് 9 ഷോർട്ട് സ്റ്റോറീസ്. 9 ഷോർട്ട് സ്റ്റോറികളുടെ ഒരു കളക്ഷൻ ആണ് ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസ് എന്ന ഈ ഒരു കൃതി. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ ദ ഫേമസ് അമേരിക്കൻ റൈറ്റർ ജുംബ ലാഹിരി. ജുംബ ലാഹിരിയാണ് ഇത് എഴുതിയത്. ഇംഗ്ലീഷ് ബോൺ അമേരിക്കൻ റൈറ്റർ ആണ്. ഇതിലെ പ്രധാനപ്പെട്ട തീംസ് ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്, അതേപോലെ തന്നെ ഇമിഗ്രന്റ് എക്സ്പീരിയൻസ്, കൾച്ചറൽ ഡിഫറൻസസ്, ലവ് ആൻഡ് ഫാമിലി, കുടുംബ ബന്ധങ്ങൾ, ഇതൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. ദ ക്യാരക്ടേഴ്സ് ആർ ഇന്ത്യൻ ആൻഡ് ഇന്ത്യൻ അമേരിക്കൻസ് ഹൂ പിക്ചർ അമേരിക്ക ആൻഡ് ഇന്ത്യസ് ഡയസ്പോറ. ഇതിലെ കഥാപാത്രങ്ങൾ ഇന്ത്യൻ റൂട്ടഡ് അമേരിക്കൻസ് ആണ്. മിസ്റ്റർ ആൻഡ് മിസിസ് ദാസ്, ഇവിടെ രാജൻ, അദ്ദേഹത്തിന്റെ ഭാര്യ മീന, അവരുടെ 3 മക്കൾ റോണി, ടീന, ബോബി, ഇവരാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. മറ്റൊരു കഥാപാത്രം ഇതിലെ നരേറ്റർ മിസ്റ്റർ കപാസി എന്ന ടൂർ ഗൈഡ് ആണ്. ആൻഡ് ദ ക്യാരക്ടേഴ്സ് ആർ ഇന്ത്യൻ ആൻഡ് ഇന്ത്യൻ അമേരിക്കൻസ് ഹൂ എക്സ്പ്രസ് ഓർ ഹൂ റിവീൽ ഇന്ത്യൻ ഡയസ്പോറ. ആൻഡ് ദ വർക്ക് ബ്രോട്ട് മെനി അവാർഡ്സ് ടു ഹെർ, ഒരുപാട് അവാർഡുകൾ ഈ കൃതി അവർക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ നരേറ്റർ ഓഫ് ദ സ്റ്റോറി ഇസ് മിസ്റ്റർ കപാസി. നമ്മൾ പറഞ്ഞു മിസ്റ്റർ കപാസി എന്ന ടൂർ ഗൈഡ് ആണ് ഇതിലെ നരേറ്റർ. ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത് അദ്ദേഹമാണ്. ആൻഡ് ഹി ഈസ് ദ ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസ്. അദ്ദേഹം ഒരു ടൂർ ഗൈഡ് ആണ്, അതോടൊപ്പം തന്നെ ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസ്. മാലഡീസ് മീൻസ് ഡിസീസസ്, രോഗങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഒരു ഡോക്ടർക്ക് അവിടുത്തെ നേറ്റീവ്സിന്റെ ലാംഗ്വേജ് അറിയാത്ത ഡോക്ടറാണ്. അദ്ദേഹത്തിന് അവിടുത്തെ നേറ്റീവ്സിന്റെ രോഗലക്ഷണങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന, ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് അദ്ദേഹത്തിനുള്ളത്. സോ ആ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് അതാണ്, ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസ്. ആ ഒരു ജോലിയുള്ള വ്യക്തിയാണ് നമ്മുടെ കപാസി. ആൻഡ് നമ്മൾ പറഞ്ഞു ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ മിസ്റ്റർ ദാസ് രാജാണ്, അതേപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ മീന, മിസിസ് ദാസ്. മിസ്റ്റർ ആൻഡ് മിസിസ് ദാസ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. രാജൻ, മീന, പിന്നീട് അവരുടെ മകൻ റോണി, ടീന, ബോബി, ഈ മക്കള്. അങ്ങനെ ദ ടൂറിസ്റ്റ് ഗൈഡ് മിസ്റ്റർ കപാസി ടേക്സ് മിസ്റ്റർ ആൻഡ് മിസിസ് ദാസ് ടു ദ കൊണാർക്ക് സൺ ടെമ്പിൾ. ഈ ദാസ് ഫാമിലി ഇന്ത്യയിൽ എത്തുന്നത് സൺ ടെമ്പിൾ, കൊണാർക്കിലെ സൺ ടെമ്പിൾ കാണാനാണ്. അപ്പൊ ആ ഒരു യാത്രയിൽ അവരെ കൊണ്ടുപോകുന്ന ആളാണ് മിസ്റ്റർ കപാസി. And Mrs. Das reveals her family secret to Mr. Kabasi, who is the interpreter of maladies, but she realizes that he can offer no solution. Interpreter of maladies ആണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തോട് ആരോടും പറയാത്ത, ഏകദേശം 8 വർഷത്തോളം തന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച ആ രഹസ്യം മിസിസ് ദാസ് കപാസിയോട് പറയുന്നു. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അദ്ദേഹത്തിന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമെന്ന ഉദ്ദേശത്തിലാണ് അവര് ആ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ പിന്നീട് അവര് മനസ്സിലാക്കുന്നു, അതായത് മിസ്റ്റർ കപാസിക്ക് പോലും ഒരു സൊല്യൂഷൻ പറയാൻ കഴിയില്ല. കാരണം അയാൾ ഇന്റർപ്രറ്റർ ആണ്. ഈ രോഗലക്ഷണങ്ങൾ വ്യാഖ്യാനിച്ച് ഡോക്ടർ കൊടുക്കുന്ന വ്യക്തിയാണ്. അതിനനുസരിച്ചാണ് ഇയാള് ആ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിനനുസരിച്ചാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അത്രത്തോളം ഒരു നോബൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പോലും തന്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ തന്റെ രോഗത്തിന് ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല എന്ന് മിസസ് ദാസ് മനസ്സിലാക്കുന്നു. മിസ്റ്റർ ദാസ് ഫാമിലി ഈസ് ഇൻ ഇന്ത്യ ഓൺ വെക്കേഷൻ ടു വിസിറ്റ് സൺ ടെമ്പിൾ. നമ്മൾ പറഞ്ഞു കൊണാർക്കിലെ സൺ ടെമ്പിൾ കാണാൻ വേണ്ടി ഇന്ത്യയിൽ എത്തിയതാണ് ദാസ് ഫാമിലി. ആൻഡ് ദേ ആർ ഇന്ത്യൻ റൂട്ടഡ് പീപ്പിൾ. ഇന്ത്യൻ റൂട്ടഡ് ആണ്. ഇന്ത്യയിൽ അവരുടെ പാരന്റ്സ് ഉണ്ട്, അവര് അമേരിക്കയിലാണ്. അവിടെ നിന്നും സൺ ടെമ്പിൾ കാണാൻ വരുന്നു. ആൻഡ് മിസ്റ്റർ ദാസ് ഹാസ് ഹയർഡ് മിസ്റ്റർ കപാസി ടു ഡ്രൈവ് ദം ടു ദ സൺ ടെമ്പിൾ. അവരുടെ ആ ഒരു യാത്രയിൽ അവരുടെ ഡ്രൈവർ ആയിട്ടാണ് മിസ്റ്റർ കപാസിയെ കൂട്ടുന്നത്. ആൻഡ് ഓൺ ദ വേ ദെയർ കാർ സ്റ്റോപ്ഡ് നിയർ എ ടീ സ്റ്റോൾ. അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഒരു ചായക്കടയുടെ മുന്നിൽ അവരുടെ കാർ നിർത്തുന്നു. ആൻഡ് മിസ്റ്റർ ദാസ് ആൻഡ് മിസിസ് ദാസ് ബിഗാൻ ടു ആർഗ്യൂ ഈച്ച് അതർ
about who will take their daughter Tina to the bathroom. ഈ സമയത്ത് ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്ക് കൂടുന്നു. അതായത് ടീനയ്ക്ക് ബാത്റൂമിൽ പോകണം. അപ്പോ ആര് കൊണ്ടുപോകും? അപ്പൊ ദാസ് പറയുന്നു നീ കൊണ്ടുപോകും, മിസ്സസ് ദാസ് പറയുന്നു നിങ്ങൾ കൊണ്ടുപോകും. അങ്ങനെ രണ്ടുപേരും തമ്മിൽ അവിടുന്ന് വഴക്കാവും. അറ്റ് ലാസ്റ്റ് മിസ്സസ് ദാസ് ടേക്സ് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി. അവസാനം എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെ തന്നെ അമ്മമാർക്കാണ് ആ ഒരു ഉത്തരവാദിത്തം. അങ്ങനെ അമ്മ ആ ഒരു റെസ്പോൺസിബിലിറ്റി മിസ്സസ് ദാസ് ഏറ്റെടുക്കുന്നു. ആൻഡ് റോണി ദർ എൽഡസ്റ്റ് സൺ ഡാർട്സ് ഔട്ട് ഓഫ് ദ കാർ ടു ലുക്ക് അറ്റ് എ ഗോട്ട്. ഈ സമയത്ത് അവിടെ ഒരു ആടിനെ കാണുന്നു. ആ ആടിനെ കാണാൻ വേണ്ടിയിട്ട് റോണി എന്താണ് കാറിന്റെ ആ വാതിലിലൂടെ പുറത്തേക്ക് നോക്കുന്നു, തലയൊക്കെ പുറത്തിട്ട് നോക്കുന്നു. And Mr. Das closely resembles Ronnie and he reprimands him, but the boy wants to give a piece of gum to the goat. ഈ സമയത്ത് മിസ്റ്റർ ദാസിന്റെ അതേ ഛായയാണ് റോണിക്ക്. അപ്പോൾ ഈ റോണിയെ വഴക്ക് പറയുന്നത്, അതായത് തലയൊക്കെ ഇങ്ങനെ പുറത്തിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ കുട്ടിക്ക് ആടിന് എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഗമ്മെങ്കിലും കൊടുക്കണം എന്ന ഒരു ആഗ്രഹം. ചെറിയ കുട്ടിയാണ്. ആൻഡ് ബോബി ഇസ് ദി യംഗസ്റ്റ് സൺ ആൻഡ് മിസ്റ്റർ ദാസ് വാണ്ട്സ് ബോബി ടു ഗോ ആഫ്റ്റർ റോണി, ബട്ട് ബോബി റിഫ്യൂസസ്. ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ റോണിയുടെ അടുത്തേക്ക് ബോബിയെ പറഞ്ഞു വിടുന്നു, മോനെ നീ ഒന്ന് പോയി അവന് ശല്യം പിടിച്ചിരിക്കുകയാണ്. അതായത് ആ ആടിന് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ നോക്കാണ്. എന്നാലും പറഞ്ഞു നീയും കൂടെ പോകാൻ പറഞ്ഞു. പക്ഷേ ബോബി സമ്മതിക്കുന്നില്ല. ബോബിയാണ് ഏറ്റവും ഇളയ മകൻ, പക്ഷെ അവൻ അതിന് കൂട്ടാക്കുന്നില്ല. Mr. Das says to Kabasi that both he and his wife are born and brought up in the United States. ഈ സമയത്ത് മിസ്റ്റർ ദാസ് കബാസിയോട് കാര്യങ്ങളൊക്കെ പറയുന്നു, ഫാമിലി കാര്യങ്ങൾ പറയുന്നു. അതായത് ഞാനും ഭാര്യയും അമേരിക്കയിലാണ് വളർന്നത്. ആൻഡ് their parents are now in India and they visit them every few years. പാരൻസ് ഇന്ത്യയിലാണ്. കൂടെ കൂടെ വർഷങ്ങളിൽ 1-2 വർഷമൊക്കെ ആകുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് അവരെ കാണാറുണ്ട്. ആൻഡ് മിസ്റ്റർ കബാസി റിവീൽസ് ദാറ്റ് ഹി ഈസ് എ ടീച്ചർ ഇൻ ന്യൂ ബ്രൻസ്വിക്, ന്യൂ ജേഴ്സി. ഈ സമയത്ത് മിസ്റ്റർ കബാസി പറയുന്നു താൻ അവിടെ ന്യൂ ജേഴ്സിയിൽ ഒരു ടീച്ചർ ആയിരുന്നു, പണ്ടൊരു ടീച്ചർ ആയിരുന്നു. ആൻഡ് മിസ്റ്റർ കബാസി ഓൾസോ റെസ്പോൺസ് ദാറ്റ് ഹി ഹാസ് ബീൻ എ ടൂർ ഗൈഡ് ഫോർ 5 years. അദ്ദേഹം പറയുന്നു ആ ടീച്ചർ ആയിരുന്ന വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം പിന്നീട് ഞാനൊരു ടൂർ ഗൈഡായി മാറി. 5 വർഷമായി ഒരു ടൂർ ഗൈഡാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് പറയുന്നുണ്ട് ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസ്, ഒരു ഡോക്ടറുടെ ഇന്റർപ്രറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് പിന്നീടാണ് പറയുന്നത് ടീന എൻജോയ്സ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ഇൻ ദ ബാക്ക് ഓഫ് എ കാർ. കാറിന്റെ ബാക്കിൽ അങ്ങനെ ഇരുന്നിട്ട് ആ ബ്യൂട്ടി, പ്രകൃതി സൗന്ദര്യം ടീന ആസ്വദിക്കുന്നു. ആൻഡ് മിസ്സസ് ദാസ് ഇസ് സൈലന്റ് ആൻഡ് ഈറ്റ്സ് സ്നാക്സ് വിതൗട്ട് ഓഫറിംഗ് അതേഴ്സ്. ഈ സമയത്ത് മിസ്സസ് ദാസ് എന്തൊക്കെയോ തിന്നുകൊണ്ടിരിക്കുകയാണ്, സ്നാക്സ് ഒക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവര് മക്കൾക്ക് പോലും കൊടുക്കാതെ സ്വന്തമായിട്ട് ഇങ്ങനെ തിന്നാണ്. ആൻഡ് ദേ സീ എ ലോട്ട് ഓഫ് മങ്കീസ് ഓൺ ദെയർ വേ. ഇവരിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഒരുപാട് മങ്കികളെ കാണുന്നു, കുരങ്ങന്മാരെ കാണുന്നു റോഡിന്റെ ഇരുവശത്തും. ആൻഡ് ഓൺ ദ വേ ദേ സോ a starving peasant and Mr. Das wants to take his picture. ഒരു കർഷകനെ കാണുന്നു, വളരെ ക്ഷീണിച്ച് മെലിഞ്ഞ ഒരു കർഷകനെ കാണുന്നു. ഈ സമയത്ത് മിസ്റ്റർ ദാസിന് അയാളുടെ പിക്ചർ എടുക്കണം എന്നുണ്ട്. And Mr. and Mrs. Das began to quarrel as Mr. Das don't hired a tour guide with an air conditioned car. ഈ സമയത്ത് ഇവർ ഉപയോഗിക്കുന്ന കാറ് എയർ കണ്ടീഷൻ ഇല്ലാത്തതാണ്. അപ്പോ അതിൻ്റെ ഉള്ളിൽ ചൂടെടുക്കുന്നു. എത്ര നാളായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു എയർ കണ്ടീഷൻ ചെയ്യാൻ, അങ്ങനെ ഇങ്ങനെയെന്നുള്ള രീതിയിലേക്ക് മിസ്റ്റർ ദാസും മിസ്സസ് ദാസും വീണ്ടും വഴക്കൂടുന്നു. ആൻഡ് മിസ്റ്റർ കബാസി ഫീൽസ് ദാറ്റ് ദേ ആർ മോർ ലൈക്ക് സിബ്ലിങ്സ് ദാൻ ദെയർ ചിൽഡ്രൻ. ഈ സമയത്ത് കബാസിക്ക് തോന്നുന്നത് ഇവർ രണ്ടും എന്താണ് സിബ്ലിങ്സ് ആണ് എന്നാണ്. അതായത് ഭാര്യ ഭർത്താവിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല, മറിച്ച് ചെറിയ കുട്ടികളെ പോലെ കുട്ടികളെക്കാളും കഷ്ടത്തിൽ ഇവര് വഴക്ക് കൂടുന്നതാണ് കബാസി കാണുന്നത്. ആൻഡ് മിസ്റ്റർ കബാസി again reveals that he is an interpreter of a doctor's office and Mrs. Das remarks that it is a romantic job and asks him to tell about his patients, but Mr. Kabani sees it as his failure. ഈ സമയത്ത് അദ്ദേഹം പറയുന്നു എന്താണ് താനൊരു ഇന്റർപ്രറ്റർ ആണ്, ഒരു ഡോക്ടറുടെ ഓഫീസിലെ ഇന്റർപ്രറ്റർ ആണ്. അതായത് നേറ്റീവ്സിന്റെ ലാംഗ്വേജ് ഡോക്ടർക്ക് അറിയില്ല. അപ്പോ ആ ഡോക്ടർക്ക് ഇദ്ദേഹം ഒരുപാട് ലാംഗ്വേജ് അറിയുന്ന വ്യക്തിയാണ് മിസ്റ്റർ കബാസി.
ആ വ്യക്തിയോട് ഇംഗ്ലീഷിൽ കപ്പാസി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും ഡോക്ടർക്ക്. ഈ നേറ്റീവ്സിന്റെ ലാംഗ്വേജിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ രോഗകാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് രോഗലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഡോക്ടർ മരുന്ന് കുറിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഈ സമയത്ത് മിസ്സിസ് ദാസ് പറയുന്നു അതൊരു നല്ല പ്രൊഫഷനാണ്, നല്ല ജോലിയാണ്, ഇറ്റ് ഈസ് എ റൊമാൻറ്റിക് വൺ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒന്നാണ്. എന്നിട്ട് ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കുന്നു. പക്ഷേ മിസ്റ്റർ കപ്പാസി കാണുന്നത് അതിനെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പ്രവൃത്തിയാണ്. അദ്ദേഹത്തോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുക ഡോക്ടറുടെ അസിസ്റ്റന്റ് ആണെന്നാണ് പറയുക, ഇന്റർപ്രറ്റർ ആണെന്ന് പറയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ആ ഒരു ജോലി ഇഷ്ടമല്ല. ദെൻ he had been a scholar of many languages and now he is fluent only in English. ഒരുപാട് ഭാഷകൾ സ്വന്തമായിട്ട് പഠിച്ച വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മാത്രമാണ് അറിയാം. ആൻഡ് now he is fluent only in English and he takes up the interpreting job as a way to pay the medical bills when his eldest son contracted with typhoid and died at the age of 7. അദ്ദേഹത്തിന്റെ മകന് ടൈഫോയിഡ് പിടിച്ച് അഡ്മിറ്റായി സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ബില്ല് അടയ്ക്കാനുള്ള വഴി പോലും ഇല്ലാതെ, അദ്ദേഹത്തിന് ടീച്ചറാണെന്ന് പറഞ്ഞു, വളരെ ചെറിയ ശമ്പളമാണ്, അപ്പൊ ആ പൈസ കൊണ്ട് ആ ബില്ല് അടയ്ക്കാൻ കഴിയാതെയാണ് അദ്ദേഹം ഈ ഇന്റർപ്രറ്ററുടെ ജോലി ഏറ്റെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഇന്റർപ്രറ്ററുടെ ജോലിക്ക് നല്ല വരുമാനമുണ്ട്. പക്ഷേ ആ ഒരു വരുമാനത്തെ അദ്ദേഹം സീരിയസ് ആയിട്ട് കാണുന്നില്ല. അതായത് അദ്ദേഹത്തിന്റെ ഒരു പരാജയമായിട്ടാണ് അത് കാണുന്നത്. ആ മകൻ പിന്നീട് മരിച്ചു പോവുകയും ചെയ്തു. ആൻഡ് അതിനുശേഷം ഈ ഭാര്യയ്ക്കും ഈ ഒരു ജോലിയോട് താല്പര്യമില്ല. കാരണം തന്റെ മകനെ രക്ഷിക്കാൻ കഴിയാത്ത ഈ ഒരു ജോലി എന്തിനാണ്, ഇതെന്ത് ഇന്റർപ്രറ്റർ ആണ് എന്നൊരു കോൺസെപ്റ്റ് ആണ് ഭാര്യയ്ക്കും. ആ ഭാര്യയുടെ ഇഷ്ടമില്ലായ്മയാണ് അദ്ദേഹത്തിൽ ആ ഒരു ഫെയിലിയർ ആയിട്ട് കാണുന്നത്. He was a teacher once and it was a good profession, but it gave him a meager amount. ഒരു നല്ല പ്രൊഫഷനാണ്, അധ്യാപകൻ എന്ന ഒരു നിലയിലാണ് പ്രവർത്തിച്ചത്, പക്ഷെ വളരെ തുച്ഛമായ പൈസയായിരുന്നു. ആൻഡ് ലേറ്റർ ഹി ബിക്കെയിം ആൻ ഇന്റർപ്രറ്റർ ആൻഡ് ഇറ്റ് റിമൈൻഡ്സ് ഹിസ് വൈഫ് ഓഫ് ദെയർ സൺസ് ഡെത്ത് ആൻഡ് ഷീ ഫീൽസ് കണ്ടംപ്റ്റ്. പക്ഷെ ഈ ഒരു ഇന്റർപ്രറ്റർ ആയിട്ട് മാറിയതിനു ശേഷമാണ് ആ ബില്ലടയ്ക്കാനുള്ള തുക കണ്ടെത്തുന്നത്. പക്ഷെ ആ കുട്ടി മരിച്ചു പോകുന്നു. അതോടുകൂടി ആ ഒരു പ്രൊഫഷൻ കേൾക്കുമ്പോൾ തന്നെ ഈ ഭാര്യയ്ക്ക് ആ മകന്റെ മരണമാണ് ഓർമ്മ വരുന്നത്. സോ ഷീ കണ്ടംപ്റ്റ് ദിസ് പ്രൊഫഷൻ. ഈ ഒരു ജോലി അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി അവര് ഇഷ്ടപ്പെടുന്നില്ല, വെറുക്കാണ് ചെയ്യുന്നത്. ആൻഡ് ദെയർ മാരേജ് വാസ് ആൻ അറേഞ്ച്ഡ് വൺ ബട്ട് ഹാവിങ് നത്തിങ് ഇൻ കോമൺ. ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, പക്ഷേ അവർ തമ്മിൽ യാതൊരു സാമ്യവും ഇല്ല. ദാറ്റ് മീൻസ് അവരുടെ ടേസ്റ്റുകൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ളതല്ല ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത്, രണ്ടും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. Mrs. Das invites him to sit with them for lunch and Mr. Das takes their picture together. ഈ സമയത്ത് മിസ്സിസ് ദാസും കപാസിയും തമ്മിൽ ഒരു ബന്ധം, നല്ല ഒരു അടുപ്പം വരുന്നു. മിസ്സിസ് ദാസ് കപാസിയെ ഭക്ഷണം കഴിക്കാൻ, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടിയുള്ള ഒരു ഫോട്ടോ മിസ്റ്റർ ദാസ് എടുക്കുന്നു. And Mrs. Das gets Mr. Kapasi's address for sending the copy of the picture. ഈ സമയത്ത് മിസ്റ്റർ കപാസിയുടെ അഡ്രസ്സ് മിസ്സിസ് ദാസ് വാങ്ങുന്നു, ഈ ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അഡ്രസ്സ് വാങ്ങുന്നു. ആൻഡ് മിസ്റ്റർ കപാസി ഡ്രീംസ് ഓഫ് ഹാവിങ് എ ഡിപ്ലോമാറ്റിക് റിലേഷൻ ബിറ്റ്വീൻ ടു കൺട്രീസ്. ഈ സമയത്ത് ആ ഒരു അഡ്രസ്സ് ഈ സ്ത്രീ വാങ്ങിയതോടുകൂടി മിസ്റ്റർ കപാസിക്ക് വീണ്ടും ഒരു ഇഷ്ടം തോന്നുന്നു. അദ്ദേഹം സ്വപ്നം കാണാൻ തുടങ്ങുന്നു. ആ ഒരു രണ്ട് രാജ്യങ്ങൾ, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധമൊക്കെ, അതായത് ഈ സ്ത്രീയുമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹം സ്വപ്നം കാണുന്നു. And he also dreams of her words and the unhappiness of their marriage. അതോടൊപ്പം തന്നെ ആ സ്ത്രീ എന്തൊക്കെയായിരിക്കും, അവരെന്തൊക്കെയാണ് ലെറ്ററിൽ എഴുതുക, അതേപോലെ തന്നെ ആ ലെറ്ററിൽ മിസ്റ്റർ ദാസുമായിട്ടുള്ള അവരുടെ അൺഹാപ്പി മാരേജിനെ കുറിച്ചൊക്കെ ഉണ്ടാകും എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നു. While returning to their hotel, he suggested to go to a nearby monastery. ഈ സമയത്ത് അവർ തിരികെ വരികയാണ്. തിരികെ വരുമ്പോൾ നമ്മുടെ മിസ്റ്റർ കപാസി പറയുന്നു, നമുക്കൊരു ആശ്രമത്തിലേക്ക് പോകാം, ആശ്രമം കൂടി സന്ദർശിച്ചിട്ട് തിരികെ പോകാം എന്ന് പറയുന്നു. അയാളുടെ ലക്ഷ്യം കുറച്ചു നേരം കൂടി മിസ്സിസ് ദാസിനോടൊപ്പം സ്പെൻഡ് ചെയ്യാന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് മൊണാസ്ട്രിയും കൂടി കണ്ടിട്ട് പോകാം. ആൻഡ് വെൻ ദേ റീച്ച് ദെയർ ദ പ്ലേസ് ഈസ് സറൗണ്ടഡ് വിത്ത് മങ്കീസ്.
അവരവിടെ എത്തുന്ന സമയത്ത് ആ സ്ഥലം നിറയെ monkeys ആണ്, കുരങ്ങന്മാരാണ്. ആൻഡ് മിസ്റ്റർ കബാനി ടെൽസ് them that if the monkeys are not fed, they are not dangerous. ഈ സമയത്ത് മിസ്റ്റർ കബാനി പറയുന്നു, ഈ കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇവർ അക്രമാസക്തരാവുള്ളൂ, അതുകൊണ്ട് ഭക്ഷണം കൊടുക്കരുത്, ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം കർശനമായിട്ട് പറയുന്നു. And Mrs. Das tells that she has leg pain and stays in the car. ഈ സമയത്ത് മിസ്സിസ് ദാസ് പറയുന്നു, എനിക്ക് കാലുവേദനയാണ്, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാന്ന് പറയും. ആൻഡ് ഷീ സിറ്റ്സ് നിയർ കബാസി. അങ്ങനെ കാറിൽ തന്നെ ഇരിക്കുന്ന മിസ്സിസ് ദാസ് കബാസിയുടെ അടുത്ത് വന്നിരിക്കുന്നു. ആൻഡ് ഇൻ ദ ഫ്രണ്ട് സീറ്റ് ആൻഡ് കൺഫസസ് ദാറ്റ് ഹിസ് യങ്ങർ സൺ ബോബി ഈസ് നോട്ട് ദ സൺ ഓഫ് മിസ്റ്റർ ദാസ്. ഈ സമയത്ത് മിസ്സിസ് ദാസ് കാറിന്റെ മുൻ സീറ്റിൽ കബാസിയുടെ അടുത്ത് വന്നിരിക്കുന്നു. വന്നിട്ട് പറയുന്നു, എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല, 8 വർഷത്തോളമായി ഞാനിത് ആരോടും പറയാത്ത രഹസ്യം. അതായത് എൻ്റെ ഇളയ മകൻ ബോബി മിസ്റ്റർ ദാസിന്റെ മകനല്ല. ആൻഡ് 8 years ago I slept with Mr. Das friend who visited my house. ഈ സമയത്ത് അതായത് 8 വർഷങ്ങൾക്ക് മുൻപ് മിസ്റ്റർ ദാസിന്റെ ഒരു സുഹൃത്ത് അവരുടെ വീട്ടിൽ, പഞ്ചാബി സുഹൃത്താണ്, അവരുമായിട്ട് നല്ല റിലേഷൻ ഉള്ള ഒരു സുഹൃത്ത് ഇവരുടെ വീട്ടിൽ താമസിക്കാൻ വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ബന്ധത്തിൽ, അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായ മകനാണ് ബോബി. ഷി ഹാസ് നെവർ ടോൾഡ് ദിസ് സീക്രട്ട് ടു എനിവൺ എൽസ്. ആരോടും വെളിപ്പെടുത്താത്ത ഒരു സീക്രട്ടാണിത്. ആൻഡ് ഷീ കനോട്ട് റിവീൽ ദിസ്. ഈ ഒരു രഹസ്യം ആരോടും വെളിപ്പെടുത്താൻ പറ്റാതെ മനസ്സിൻ്റെ ഉള്ളിലിരുന്ന് വിങ്ങുന്ന ഒരു രഹസ്യമാണ്. അതാണ് ഇവിടെ ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസ്, അതായത് മാനസിക സംഘർഷം, അതും ഒരു രോഗമാണ്. ആ രോഗം ഇവര് കബാസിയോട് പറയുന്നു. നമ്മൾ പറഞ്ഞു അദ്ദേഹം അവിടെയാണ് എന്താണ് ആ ഒരു ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഈ ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസ് എന്ന മിസ്റ്റർ കബാസിയോട് അവർ പറയും. ആൻഡ് ഷീ സജസ്റ്റ് മിസ്റ്റർ കബാസി ടു ഗെറ്റ് എ റെമഡി ആസ് ഹി ഈസ് ആൻ ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസ്. പിന്നീട് മിസ്സിസ് ദാസ് പറയുന്നു, നിങ്ങൾ ഇതിന് എനിക്കൊരു പരിഹാരം, ഒരു സൊല്യൂഷൻ പറഞ്ഞു തരണം, കാരണം ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും പറയാതെ ഞാൻ മാനസികമായി ഒരുപാട് സംഘർഷം അനുഭവിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഇതിനൊരു പ്രതിവിധി പറഞ്ഞു തരണം. ആൻഡ് മിസ്റ്റർ കബാസിസ് ലവ് ടുവേർഡ്സ് ഹെർ ബിഗാൻ ടു ഇവാപ്പറേറ്റ്. ഇതുവരെ വലിയ ആരാധനയായിരുന്നു മിസ്സിസ് ദാസിനോട് കബാസിക്ക്. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഒരു അവരുടെ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു സീക്രട്ട് കേട്ടതോടുകൂടി അവരോടുള്ള ഇഷ്ടം ഇല്ലാതെയാകുന്നു, എന്താണ് ആവിയായി പോകുന്നു. ആൻഡ് മിസ്സിസ് ദാസ് റിവീൽസ് ദാറ്റ് ഷീ നോ ലോങ്ങർ ലവ്സ് ഹെർ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ. അതോടൊപ്പം തന്നെ മിസ്സിസ് ദാസ് പറയുന്നു, തൻ്റെ ഭർത്താവിനെയും മക്കളെയും അവർ ഒരു കാലത്തും സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരിക്കലും അവർ സ്നേഹിച്ചിട്ടില്ല എന്ന് വെളിപ്പെടുത്തുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, അവർ കാറിലിരുന്ന് ഒറ്റയ്ക്കാണ് സ്നാക്സ് ഒക്കെ കഴിക്കുന്നത്, കുട്ടികൾക്കും കൊടുക്കുന്നില്ല, ഹസ്ബൻഡിനും കൊടുക്കുന്നില്ല. അപ്പോൾ ഒറ്റയ്ക്കാണ് അവർ, അല്ലെങ്കിൽ ഹസ്ബൻഡിനെയും മക്കളെയും ഒരിക്കലും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നും പറയുന്നു. ആൻഡ് ഷീ നോസ് ഹിം സിൻസ് ഷീ വാസ് എ യങ് ചൈൽഡ്. നൗ ഷീ ഹാസ് എ ഡിസ്ട്രക്റ്റീവ് ഇമ്പൾസീവ് ടുവേർഡ്സ് ലൈഫ്. ചെറുപ്പം മുതലേ അറിയുന്ന വ്യക്തിയാണ് മിസ്റ്റർ ദാസ്, പക്ഷേ അദ്ദേഹത്തെ അവർ ഇഷ്ടപ്പെട്ടില്ല. ഭാര്യയും ഭർത്താവൊക്കെ തന്നെയാണ് എങ്കിൽ തന്നെയും ആ ഒരു ഇൻറ്റിമസി ഇല്ല. അത് മാത്രമല്ല, കുട്ടികളോട് പോലും ആ ഒരു ഇൻറ്റിമസി അവർക്കില്ല. അതേപോലെ തന്നെ ജീവിതത്തോട് ഒരു തരം വെറുപ്പാണ് അവർക്കുള്ളത്. ആൻഡ് ഷി ആസ് മിസ്റ്റർ കബാസി ടു ഫൈൻഡ് എ റെമഡി ഫോർ ഹെർ പെയിൻ. ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിച്ചു തരണമെന്ന് മിസ്റ്റർ കബാസിയോട് പറയുന്നു. ആൻഡ് ഹി ഇൻസൾട്ടഡ് ഹെർ ബൈ ആസ്കിങ് ഇഫ് ഷീ ഫീൽസ് ഗിൽറ്റി ഓൺ ഇറ്റ്. ഈ സമയത്ത് മിസ്റ്റർ കബാസിക്ക് അവരോട് വെറുപ്പ് തോന്നുന്നു. അവര് അതായത് തൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തിനോടൊപ്പം കിടക്ക പങ്കിട്ട് അതിലൊരു കുട്ടിയായി ആ ഒരു പ്രശ്നം, അത് ശരിക്കും ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കബാസി ചോദിക്കുന്നത്. അതായത് താൻ ചെയ്തതിൽ കുറ്റബോധം കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്, അതായത് ഭർത്താവിനെ അല്ലെങ്കിൽ മക്കളെ വഞ്ചിച്ചതിലുള്ള ആ ഒരു കുറ്റബോധമാണോ എന്ന് കബാസി ചോദിച്ച് അവരെ അധിക്ഷേപിക്കുന്നു. ആൻഡ് ഷീ ഗെറ്റ്സ് ഔട്ട് ഓഫ് ദ കാർ ആൻഡ് ജോയിൻസ് ഹെർ ഫാമിലി. ഇത് കേട്ടതോടുകൂടി മിസ്സിസ് ദാസ് കാറിൽ നിന്ന് പുറത്തിറങ്ങി തൻ്റെ കുടുംബത്തോടൊപ്പം ചേരുന്നു. ആൻഡ് വൈൽ ഷീ ഈസ് വാക്കിംഗ് ഷീ ഡ്രോപ്സ് എ ഡ്രിൽ ഓഫ് പഫ്ഡ് റൈസ്. പൊരി തിന്നുകൊണ്ടിരുന്നതാണ്. ആ പൊരിയുടെ പാക്കറ്റ് തിന്നുകൊണ്ട് പോകുന്ന സമയത്ത് കുറേയൊക്കെ നിലത്ത് വീഴുന്നു. അങ്ങനെ ആ തിന്നുകൊണ്ട് പോകുന്ന ആ പൊരി, ആ വഴിയിൽ വീഴുന്ന പൊരി എടുക്കാൻ
കുരങ്ങന്മാരുടെ കൂട്ടം അവിടെ എത്തുന്നു. അറ്റ് ദിസ് ടൈം മിസ്റ്റർ ദാസ് ആൻഡ് ചിൽഡ്രൻ ആർ പ്ലേയിങ്. ഈ സമയത്ത് മിസ്റ്റർ ദാസും കുട്ടികളും ദേ ആർ പ്ലേയിങ് വിത്ത് മങ്കീസ്, കുരങ്ങന്മാരോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ബോബി ഈസ് നോട്ട് ദെയർ. ബോബി അവിടെ ഇല്ല. ബാക്കി കുട്ടികൾ, അതായത് റോണിയും ടീനയും ഉണ്ട്. അവരും മിസ്റ്റർ ദാസും അവിടെ കുരങ്ങന്മാരോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോബിയെ കാണാനില്ല. ആൻഡ് ഹീ സറൗണ്ടഡ് ബൈ മങ്കീസ് ദാറ്റ് ആർ ഗെറ്റ് ക്രേസ് ഫ്രം മിസ്സിസ് ദാസ് പഫ്ഡ് റൈസ്. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ മിസ്സിസ് ദാസ് മീര അവിടുന്ന് വരുന്ന സമയത്ത് കയ്യിലെ പൊരി കുറെ നിലത്ത് വീണിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ കുറച്ച് നിലത്തൊക്കെ വീണിട്ടുണ്ട്. അതിൻ്റെ പുറകെ കുറെ കുരങ്ങന്മാര് കൂടിയിട്ടുണ്ട്. ആ കുരങ്ങന്മാര് ഈ ബോബിയെ വളഞ്ഞിട്ടാണുള്ളത്. ആൻഡ് ദ മങ്കീസ് ബീറ്റ് വിത്ത് എ സ്റ്റിക്ക് ഹി ഹാഡ് ഗിവൺ ഹിം. ഈ ബോബി ചെറിയ കുട്ടിയാണ്. അവനൊരു വടി കൊടുത്ത് കുരങ്ങന്മാർക്ക്. ആ വടി കൊണ്ട് കുരങ്ങന്മാർ ഇവന്റെ കാലിലിട്ട് അടിക്കുന്ന കാഴ്ചയാണ് ഇവർ കാണുന്നത്. ആൻഡ് മിസ്റ്റർ ദാസ് ടേക്സ് ദ പിക്ചർ ഓഫ് ഇറ്റ് ഇൻ ഹിസ് നെർവസ്നെസ്. ഈ ഒരു കാഴ്ച, അതായത് ഈ കുരങ്ങന്മാര് വടി കൊണ്ട്, ബോബി കൊടുത്ത വടി കൊണ്ട് ഇവന്റെ കാലിലടിക്കുന്ന ആ ഒരു ചിത്രം മിസ്റ്റർ ദാസ് ഫോട്ടോ എടുക്കുന്നു. അയാളൊരു ഫോട്ടോ എടുക്കുന്നതിൽ ക്രേസ് ഉള്ള ആളാണ്. അദ്ദേഹം കാണുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ മിസ്സിസ് ദാസ് സ്ക്രീംസ് ഫോർ കബാസി's help and he chases off the monkeys and rescues ബോബി. ഈ സമയത്ത് ഈ ഒരു കാഴ്ച കാണുന്ന മിസ്സിസ് ദാസ് അലറി കരയുന്നു. അതായത് കബാസിയെ വിളിക്കുന്നു, അലറി വിളിക്കുന്നു, കബാസിയോട് രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ കബാസി ഓടി വന്ന് ഈ മങ്കികളെയൊക്കെ അവിടെ നാട്ടിപ്പായിക്കുന്നു. ആൻഡ് മിസ്സിസ് ദാസ് ടേക്സ് ഹെർ ഹെയർ ബ്രഷ് ഫ്രം ഹെർ ബാഗ് ടു സ്ട്രെയിറ്റൻ ഹിസ് ഹെയർ. ഈ സമയത്ത് തൻ്റെ ബാഗിലുള്ള ഹെയർ ബ്രഷ് ചീർപ്പെടുത്ത് തൻ്റെ മകൻ്റെ മുടി ചീകി കൊടുക്കുന്നു. അതായത് മുടിയൊക്കെ അലങ്കോലപ്പെട്ട് കുരങ്ങന്മാരെ ആക്രമിച്ച് അങ്ങനെ ആ ഒരു അവസ്ഥയിലുള്ള ബോബിയെ ചേർത്ത് പിടിച്ച് ബോബിയുടെ മുടി ചീകി കൊടുക്കുന്നു. ആൻഡ് ദ പേപ്പർ ഹാവിങ് മിസ്റ്റർ കബാസീസ് അഡ്രസ് ഫ്ലറ്റേഴ്സ് അവേ. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു കബാസിയുടെ അഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നവർ, അതായത് ഭക്ഷണം കഴിക്കുന്ന, ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഫോട്ടോസ് എടുക്കുന്ന ആ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റർ കബാസിയുടെ അഡ്രസ്സ് മിസ്സിസ് ദാസ് വാങ്ങുന്നുണ്ടായിരുന്നു. ആ അഡ്രസ്സ് ഈ സമയത്ത് അവിടെ ഇങ്ങനെ പറന്നു പോകുന്നു. ആ ഒരു കാഴ്ചയോട് കൂടിയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി അവസാനിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു, അതുവരെ കുടുംബത്തോടും മക്കളോടും അല്ലെങ്കിൽ ഹസ്ബൻഡിനോടും ഒന്നും സ്നേഹമില്ല. ഒരു ഇമ്പൾസീവ് ഡിസ്ട്രക്റ്റീവ് മെൻറ്റാലിറ്റി ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. എല്ലാം തല്ലിപ്പൊളിച്ച് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തോടൊന്നും സ്നേഹമില്ലാതെ ഒറ്റയ്ക്ക് സ്വാർത്ഥമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ പിന്നീട് അവസാനം നമ്മൾ കാണുന്നത് ബോബിയെ അവർ ചേർത്ത് പിടിക്കുന്നതാണ്. ഇവിടെ തൻ്റെ പ്രശ്നങ്ങൾക്ക്, അതായത് തൻ്റെ ഈ മാനസിക സംഘർഷത്തിന് ദർ ഇസ് നോ സൊല്യൂഷൻ, ഒരു പരിഹാരവും ഇല്ല എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മുടെ മിസ്സിസ് ദാസ് മനസ്സിലാക്കുന്നത്. അതായത് തൻ്റെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. താൻ അങ്ങനെ ഒരു സംഭവത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് തനിക്ക് ഈ മാനസിക സംഘർഷം ഉണ്ടായത്. അങ്ങനെ പാടില്ലായിരുന്നു, അത് താൻ വരുത്തി വെച്ച വിനയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. അത് മറ്റുള്ളവരോട് പറഞ്ഞ് ഇൻസൾട്ട് വാങ്ങാന്നല്ലാതെ, മറ്റുള്ളവരുടെ പരിഹാസ പാത്രമായി മാറുക എന്നല്ലാതെ അതിന് യാതൊരു റെമഡിയും ഇല്ല എന്ന യാഥാർത്ഥ്യവും അവർ മനസ്സിലാക്കുന്നു. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യം, വാട്ട് ഈസ് ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്? ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസ് മിസ്റ്റർ കബാസിയാണ്. അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പിന്നീട് ക്യാരക്ടർ സ്കെച്ച്, മിസ്റ്റർ ദാസും മിസ്സിസ് ദാസിൻ്റെ ഒക്കെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. പിന്നീട് ദ എൻഡ് സീൻ അല്ലെങ്കിൽ ദ എൻസർക്ലിംഗ് ഓഫ് മങ്കീസ് അല്ലെങ്കിൽ ദ ട്രാപ്പിംഗ്, അല്ലെങ്കിൽ ബോബി ഈസ് ട്രാപ്ഡ് എമംഗ് മങ്കീസ്, എക്സ്പ്ലെയിൻ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരാം. Hope you enjoyed it. Thank you.